നഷ്ടപ്പെട്ട മകനെക്കുറിച്ച് ആ അച്ഛൻ എഴുതി. കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന എന്റെ മകൻ രാജനെ ആദ്യം ഭീകരമായി മർദ്ദിച്ചു. ആദ്യത്തെ മർദ്ദനത്തിൽ തന്നെ രാജൻ തളർന്നു. പിന്നീട് അവന്റെ കൈകാലുകൾ ബെഞ്ചിന് പുറകിലേക്ക് വെച്ച് കൂട്ടിക്കെട്ടി. ഉരുട്ടലായിരുന്നു മുറ. അവന്റെ വായിൽ തുണി കുത്തിക്കയറ്റി. പിന്നീട് ജയറാം പടിക്കലിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. കായണ്ണയിൽ നക്സലൈറ്റുകൾ തട്ടിയെടുത്ത തോക്ക് എവിടെയെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. ഇടയ്ക്ക് മർദ്ദനം സഹിക്കാതെ തോക്കെടുത്തു തരാമെന്ന് രാജൻ പറഞ്ഞുവെന്ന് പറയപ്പെടുന്നു. സംഭവവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന രാജൻ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അങ്ങനെ പറഞ്ഞത്. ജയറാം പടിക്കൽ തോക്കെടുത്ത് നൽകാൻ ജീപ്പിൽ കയറ്റിയിരുത്താൻ പറഞ്ഞപ്പോൾ രാജൻ സത്യം പറഞ്ഞു. തോക്ക് എവിടെയെന്നറിയില്ലെന്നും വേദന സഹിക്കാതെ പറഞ്ഞതാണെന്നും. അപ്പോൾ പുലിക്കോടൻ നാരായണൻ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് രാജന്റെ വയറ്റിൽ ചവിട്ടി. ഒരു നിലവിളിയോടെ രാജൻ പുറകോട്ടു മറഞ്ഞു. നിലത്തു വീണ് കൈകാലിട്ടടിച്ച് ഒന്നു പിടഞ്ഞു. പിന്നെ രാജൻ അനങ്ങിയില്ല. ജനിപ്പിച്ച മകനു വേണ്ടി ഇത്രയും മുള്ളുരുക്കിയ പിതൃജന്മങ്ങളിലെ മായാത്ത മുഖം ഈ ചരവാര്യർ എഴുതി നിർത്തി. പോലീസിനൊപ്പം രാജനെ കണ്ട RECയിലെ തൂപ്പുകാരി ദേവകിയുടെയും ടാപ്പിംഗ് തൊഴിലാളിയായ മറ്റൊരു രാജന്റെയും ശവശരീരം REC വളപ്പിലെ മാവിൻ കൊമ്പത്ത് തൂങ്ങി നിന്നു.